ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൻ്റെ ഫില്ലിംഗ് നമ്മളൊരല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഉരുളക്കിഴങ്ങൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതിൻ്റെ മാവാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി കൂട്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. എണ്ണ എല്ലാ ഭാഗത്തും നല്ലപോലെ എത്തിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 5 മിനിറ്റ് നേരം കൈയെടുക്കാതെ നന്നായിട്ട് നീഡ് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മളുടെ സാധാരണ ചപ്പാത്തീൻ്റെ കൂട്ട് തന്നെയാണ്. ഇത് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിംഗ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് വെള്ളക്കടല ഉപയോഗിച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. അത് ആദ്യമേ ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ നേരത്തേക്കോ അല്ലെങ്കിൽ ഓവർനൈറ്റോ സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 1/2 കപ്പ് കടലയാണ്. നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുങ്ങാൻ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഏകദേശം 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കേണ്ടത് ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളുടെ കടല നല്ലപോലെ വെന്ത് വന്നോളും. ആ ഒരു രീതിക്ക് വേവിച്ചെടുത്ത കടലയാണിത്. അതിലെ വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ മാഷറോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താലോ മതിയാകും. ഒരുപാട് പേസ്റ്റ് രൂപത്തിലാക്കേണ്ട, കുറച്ചൊരു തരിതരിപ്പായിട്ടുള്ള രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ മേഷർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യണമെന്നില്ല, കൈ ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്താലും മതി. നമ്മളുടെ കടല നന്നായിട്ട് വെന്ത് വന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒരു മീഡിയം സൈസ് സവാളയാണ്. ഞാനിതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാലയാണ്. ചാട്ട് മസാല നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ലതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകരമായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതിയാകും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. അതിന് പകരം ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഉപ്പും കൂടെ ചേർക്കാം. ഏകദേശം 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. എല്ലാ മസാലകളും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടുണ്ടാവുക. നമ്മളുടെ സ്റ്റഫിങ് ഇത്രയേ ഉള്ളൂ. നമുക്ക് മസാല വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കൂട്ട് അത്രയും നേരം അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പരത്തി കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ടും കൂട്ടെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പരത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല കനം കുറച്ച് തന്നെ നമുക്കിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് പരത്തിയെടുക്കേണ്ടത്. പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് മുഴുവനായിട്ടും തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്ത് നിന്ന് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേ രീതിക്ക് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക.
അപ്പം നന്നായി ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വരാതെ നന്നായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം 1, 2, 3 പ്രാവശ്യം ഒന്ന് പരത്തിയെടുക്കുക. ഇത്രേ ഉള്ളൂ. റോൾ ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗം പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ 2 സൈഡിലുള്ള ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു ഭാഗം ഫില്ലിങ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് കയ്യിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്യുക. ആ ഒരു ഫില്ലിങ് വരുന്ന ഭാഗം വെച്ചിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്താൽ മാത്രം മതി. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുക്കി ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൂട്ടിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി കോൺഫ്ലോറോ അരിപ്പൊടിയോ ഇല്ലാന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഉപയോഗിച്ചാലും മതിയാകും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലിക്വിഡായിട്ടുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ മുക്കിപ്പൊരിക്കാറില്ലേ, ആ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു കൂട്ട് വേണ്ടത്. ഒരല്പം ലിക്വിഡായിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ലിക്വിഡായിട്ടുള്ള കൂട്ട് വേണം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഗോതമ്പ് പൊടീനെ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു കൂട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കടലയുടെ ആ ഒരു മിക്സ് വരുന്ന ഭാഗം ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ എന്ന് വെച്ചാൽ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലിക്വിഡായിട്ടുള്ള കൂട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മുക്കി പൊരിക്കുന്നത്. മുമ്പ് ഇതുപോലത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു ഇതെന്തിനാണ് ഇങ്ങനെ മുക്കി പൊരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ലപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരില്ല. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊന്നും ഉപയോഗിച്ചിട്ടില്ല, പകരം വെള്ളക്കടലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. ഇത് എണ്ണയൊന്നും ഒട്ടും തന്നെ കുടിക്കുകയൊന്നുമില്ല, നമ്മൾ ആ ഒരു കവറിങ് ചേർത്തത് കൊണ്ട് തന്നെ. അതുപോലെ ഇത് നല്ല പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.